മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനു നേരെ ബോംബെറിഞ്ഞ ആർഎസ്എസ് ജില്ലാ കാര്യവാഹക ആർഎസ്എസ് ജില്ലാ പ്രചാരക് പ്രവീൺ പോലീസ് പിടിയിലായിരിക്കുന്നു. തമ്പാനൂരിൽ വെച്ചാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ഇയാൾ സംഭവം നടന്നതിന് ശേഷം ഒളിവിലായിരുന്നു. എപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? വിവരങ്ങൾ എന്താണ്? രേഷ്മ, പ്രവീണിനെ മണിക്കൂറുകൾക്ക് മുമ്പാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹർത്താലിന്റെ മറവിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ ഒരു അക്രമം അഴിച്ചുവിട്ട പ്രവീൺ അതിനുശേഷം ഒളിവിലായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രവീണിനെ പോലീസ് പിടികൂടുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ഈ സംഭവം നടന്ന നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ദിവസം പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള BJP RSS സംഘവും നെടുമങ്ങാട് അക്രമം അഴിച്ചുവിട്ടത്. 4 ബോംബുകളാണ്, നാടൻ ബോംബുകളാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഇവർ എറിഞ്ഞത് എന്നുള്ളതാണ്. അത്തരത്തിൽ ബോംബെറിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നെടുമങ്ങാട് SIക്ക് വരെ അന്ന് ഈ ഹർത്താലിൽ പരിക്കേറ്റിരുന്നു. ആനാടിന് സമീപം വെച്ച് വാഹനം തടയുകയും SIയുടെ കൈ അടിച്ച് ഒടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്കാണ് ഇത്തരത്തിൽ നാടൻ ബോംബുകൾ വലിച്ചെറിഞ്ഞത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അന്ന് പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. CCTV ദൃശ്യത്തിൽ കൃത്യമായി തന്നെ പ്രവീൺ ഇത്തരത്തിലൊരു നാടൻ ബോംബ് വലിച്ചെറിയുന്ന 4 ബോംബുകൾ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ CCTVയിൽ പുറത്തു വന്നതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൃത്യമായി തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് ഇടപെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാവേലിക്കരയിലെ വീട്ടിലേക്ക് പോയതിനാൽ അവിടെ നിന്നും ഒരു സംഘപരിവാർ നേതാവിന്റെ പിൻബലത്തോടുകൂടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്നാണ് കൃത്യമായി ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും പോലീസ് ഇന്ന് തമ്പാനൂരിൽ വെച്ച് പിടികൂടുകയും ചെയ്തത്. രേഷ്മ, റിനു, നമുക്കറിയാം സംഭവത്തിന്റെ ഭീകരതയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഈ പ്രവീണിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യാൻ ആരംഭിച്ചോ? ഇപ്പോൾ എവിടെയാണ് പ്രവീൺ? അല്പ മുമ്പാണ് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തമ്പാനൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രവീണിനെ പിടികൂടിയത് എന്നുള്ളതാണ്. തുടർന്ന് ഈ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും തുടർന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കുന്നതും എന്നുള്ളതുമാണ്. എന്തായാലും അറസ്റ്റ് ചെയ്തു, പിടികൂടി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി നെടുമങ്ങാടിലേക്ക് എത്തിച്ച് കൃത്യമായ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വരും സമയങ്ങളിൽ മാത്രമായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ തന്നെ അന്ന് ചില സംശയങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായി തന്നെ ക്രമീകരിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പ്രവീണാണ് എന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിൽ പോലീസ് എത്തിയത്. അത്രയ്ക്കും കൃത്യമായിട്ടുള്ള തെളിവാണ് CCTV ദൃശ്യത്തിലൂടെ പോലീസിന് ലഭ്യമായത് എന്നുള്ളതാണ്. നമുക്കറിയാം, അവിടെ നിന്ന് അന്നേ ദിവസം രക്ഷപ്പെട്ട പ്രവീണ് സ്വവസതിയിലെത്തുകയും അവിടെ നിന്നും ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായി ഇത് പ്രവീണാണ് എന്നുള്ളത് പുറത്തായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ അക്രമങ്ങളാണ്, ആവശ്യമില്ലാത്ത ഹർത്താലുകളാണ് സംസ്ഥാനത്ത് BJP സംഘപരിവാർ സംഘടനകൾ നടത്തിയത്. അത്തരത്തിൽ ഹർത്താൽ നടത്തുകയും അതിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പദ്ധതിയുമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ഈ അജണ്ടകളെല്ലാം തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ എല്ലാം തന്നെ അത്തരത്തിൽ വാർത്തകൾ കൊണ്ടുവന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ കൃത്യമായി ഇവരുടെ ഒരു അജണ്ട പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിനെല്ലാം തന്നെ ഒരു വഴിത്തിരിവ് എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. കാരണം പ്രവീൺ അറസ്റ്റിലാവുന്നതോടുകൂടി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചുരുൾ അഴിയും എന്നുള്ളതാണ്. കാരണം ആരാണ് ഈ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തിയത്, ബോംബ് ഇവർക്ക് നൽകിയത് ആരാണ് എന്നുള്ളത് കൂടി കൃത്യമായി തന്നെ പുറത്തു വരും. അന്ന് തന്നെ സംഘപരിവാറിന്റെയും BJPയുടെയും ഒക്കെ നെടുമങ്ങാട്
നെടുമങ്ങാട് ഓഫീസുകളൊക്കെ തന്നെ പോലീസ് കൃത്യമായി റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്ന് മാരകായുധങ്ങളും ബോംബ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പിടികൂടിയിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹർത്താലിന്റെ മറവിൽ വലിയൊരു അജണ്ട നടപ്പിലാക്കുക, അക്രമം അഴിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ ആയുധങ്ങൾ കണ്ടെടുത്തതിലൂടെയും അതുപോലെ തന്നെ ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാസവസ്തുക്കൾ കണ്ടെടുത്തതിലൂടെയും പുറത്തു വരുന്നത്. രേഷ്മ, റിനു സൂചിപ്പിച്ചതുപോലെ പ്രവീൺ അറസ്റ്റിലായതോടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗൂഢാലോചനകൾ, RSSന്റെ കൂടുതൽ അജണ്ടകൾ ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാരുടെ നേരിട്ടുള്ള RSS നേതൃത്വത്തിന്റെ കൂടുതൽ നേരിട്ടുള്ള പങ്കാളിത്തം കൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമോ? തീർച്ചയായും മാവേലിക്കരക്കാരനായിട്ടുള്ള ഒരു ആള് നെടുമങ്ങാട് വന്ന് ജില്ലാ പ്രചാരകനായി നിൽക്കുകയും തുടർന്ന് അവിടെ ഒരു ഹർത്താലിന്റെ മറവിൽ വലിയ രീതിയിലുള്ള അക്രമം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മറ്റൊരു സ്ഥലത്തു നിന്ന് ഒരാളെ ഇവിടെ എത്തിക്കുക, അന്ന് തന്നെ വിഷ്ണു എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെ സഹായിച്ച വ്യക്തികളെ 7 പേരെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നത്. 20ഓളം പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹർത്താലിന്റെ മൊത്തത്തിലുള്ള നെടുമങ്ങാട്ടെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് പോലീസ്. നമുക്കറിയാം അന്ന് ഒരു SIയുടെ നിയമപാലകന്റെ തന്നെ കൈ അടിച്ചൊടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതായത് ബൈക്ക് റാലി, ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈക്ക് റാലി പോകുന്നതിന്റെ പുറകെ വന്ന പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയും പോലീസുകാരെ പുറത്തു പോലും ഇറങ്ങാൻ അനുവദിക്കാതെ ആ പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുകയും അതിലാണ് അന്ന് അവിടുത്തെ SIയുടെ കൈക്ക് മാരകമായി പരിക്കേൽക്കുകയും ഒടിവ് സംഭവിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുകയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം നെടുമങ്ങാട്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായും മലയും കീഴും നെടുമങ്ങാട്ടുമാണ് വലിയ രീതിയിലുള്ള ഒരു അക്രമം നടത്തിയത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തും വലിയ രീതിയിലുള്ള ഒരു അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും നെടുമങ്ങാടാണ് ഏറ്റവും കൂടുതൽ വലിയൊരു അക്രമം RSS സംഘപരിവാർ നേതൃത്വം നടത്തിയത് എന്നുള്ളതാണ്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതും അതുപോലെ തന്നെ പോലീസിന് പരിക്ക് പറ്റുകയും ചെയ്തത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് ഈ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയായിരുന്നു അക്രമം നടത്തിയത്. മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിൽ ബോംബ് എറിയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നെടുമങ്ങാട് വലിയ രീതിയിലേക്ക് ബോംബുകൾ നമുക്ക് CCTV ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒന്നിനു പുറകെ ഒന്നൊന്നായി 3-4 ബോംബുകൾ പോലീസ് സ്റ്റേഷന് അടുത്തേക്ക്, അതുപോലെ തന്നെ 2 ബോംബുകൾ CPMന്റെ പ്രവർത്തകർക്ക് ഓഫീസിനെതിരെയും എറിയുന്ന കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതെല്ലാം തന്നെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചൊരു കാര്യവുമാണ്. ഇത്തരത്തിലൊരു അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് നെടുമങ്ങാടെത്തി അവിടെ താമസിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഇത് കൃത്യമായി പോലീസിന്റെ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം മുന്നോട്ട് പോയെങ്കിൽ പോലും പ്രതിയെ പിടികൂടാനായി എന്നുള്ളത് വലിയ ഒരു ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത്. കാര്യം ഈ പ്രതിക്ക് പുറകെ ഇവർ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രവീണിനെ കൊടുക്കുവാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നെടുമങ്ങാടേക്ക് കൊണ്ടുപോയിരിക്കുന്നു പ്രതിയെ. ഉടൻ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നെടുമങ്ങാട്ടേക്ക് ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഇത്തരം ഗൗരവകരമായ കാര്യങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കരുതിക്കൂട്ടി സമൂഹത്തിൽ അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസം ഇദ്ദേഹം ഒളിവിലായിരുന്നു. ഒരുപക്ഷെ ഇതിനുവേണ്ടി ആരെങ്കിലും സംരക്ഷണം കൊടുത്തോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിധ കാര്യങ്ങളെല്ലാം ഇയാളുടെ അറസ്റ്റോടുകൂടി പുറത്തേക്ക് വരില്ലേ? തീർച്ചയായും രേഷ്മ, സംരക്ഷണം കൊടുത്തില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഇത്തരത്തിൽ കേസ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുണ്ടായ ഹർത്താലും അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തവരെയും അതുപോലെ തന്നെ കേസെടുത്തവരെയും സഹായിക്കുന്നതിന് വേണ്ടി പോലീസ് കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്തവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ സംഘപരിവാർ നേതൃത്വവും BJP സംഘടനകളും ഒക്കെ തന്നെ പണപ്പിരിവ് നടത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. അത്തരം പണം പിരിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന സാഹചര്യം, ഒപ്പം പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം. കാരണം ഈ പ്രവീൺ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് കൃത്യമായി തന്നെ രക്ഷപ്പെടാൻ സംഘപരിവാറിന്റെ പ്രാദേശിക നേതാവാണ്
അവരെ സഹായിച്ചത് എന്നുള്ള വാർത്തയൊക്കെ തന്നെ പുറത്തു വന്നൊരു സാഹചര്യമാണ്. അവരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പ്രവീൺ എത്തിയാണ് എന്നുള്ളൊരു കൃത്യമായ വിവരം പോലീസിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ മൊബൈൽ ഫോണും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ പിടികൂടുമെന്നുള്ള ഒരു ഉറപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രവീണിനെ പിടികൂടാൻ വേണ്ടി പോലീസിന് സാധിച്ചത് എന്നുള്ളതാണ്. തുടർന്നാണ് നെടുമങ്ങാടേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. കൃത്യമായി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കൃത്യമായി പ്രവീണിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുമെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു മുൻകൂട്ടി അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിട്ടുകൊണ്ടാണ് പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പ്രചാരകനായിട്ടുള്ള പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ ഒരു അക്രമം അഴിച്ചുവിട്ടത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അന്ന് തന്നെ ഒപ്പമുണ്ടായിരുന്ന വിഷ്ണു ഉൾപ്പെടെയുള്ള RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. തുടർന്നാണ് ഇന്നിപ്പോൾ പ്രവീണിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ പേർ ഉണ്ടെങ്കിൽ തന്നെ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായി പുറത്തു വരും. അന്ന് തന്നെ നെടുമങ്ങാട് ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ട സംഘാംഗങ്ങളെല്ലാം തന്നെ ഒളിവിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം. അവസാനം ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട അകത്താവുകയും ഒളിവിൽ പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് RSSകാർക്ക് സമരം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവസാനിപ്പിക്കുന്നത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് RSS ജില്ലാ പ്രചാരക് പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്.